നമസ്കാരം. സകലമാന കേരളം തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുതിയ പാർട്ടി രൂപീകരിക്കാൻ PV അൻവർ. പ്രഖ്യാപനമുടൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. മതേതരത്വം ഉയർത്തിപ്പിടിക്കുമെന്നും MLA. വല്ലാർപാടത്തെ ബസ് അപകടത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അപകടം ബ്രേക്ക് നഷ്ടമായ ബസ് മറ്റ് വാഹനങ്ങളിലിടിച്ച്. കോട്ടയത്ത് KSRTC ബസ് ഇടിച്ച് മതിൽ തകർന്നു. മൂന്നാറിൽ ജനവാസ മേഖലയിൽ കാട്ടാന ആക്രമണം. വ്യാപക കൃഷിനാശം. ആശങ്കയിൽ പെരിയവാര പഴയകാട് മേഖല. പാലക്കാട് കുരുത്തിച്ചാൽ ചിറയിൽ ബണ്ട് നിർമ്മാണം. പ്രവൃത്തി തടയണ നശിച്ചതോടെ മാലിന്യം തള്ളൽ കർഷകർക്ക് പ്രതിസന്ധി. ദുരിതം കാണാതെ അധികൃതർ. പുസ്തകത്തോണിയൊരുക്കി കുമ്പളയിലെ വിദ്യാർത്ഥികൾ. വായനാശീലം പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യം. വിശദമായ വാർത്തയിലേക്ക്. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് PV അൻവർ MLA. പാർട്ടി പ്രഖ്യാപനം അധികം വൈകില്ലെന്നും അത് മതേതര പാർട്ടി ആയിരിക്കുമെന്നും അൻവർ പറഞ്ഞു. ഇപ്പോഴത്തെ നെക്സസിന്റെ ഭാഗമാകാത്തവർ പാർട്ടിയുടെ ഭാഗമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. പറയാതിരുന്നിട്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. ഈ കുറച്ച് ഇവരൊക്കെ നേതാവാക്കിയ ആരാ? അല്ല, ജനങ്ങളല്ലേ. അപ്പം ആ ജനങ്ങളിൽ നിന്ന് വരും. ഇപ്പം എന്താ പറയുക, നേതാവായി നെറ്റിയിൽ ചാപ്പടിച്ചോടൊന്നും ഈ സംവിധാനത്തിന് വേണമെന്നില്ല. ഈ നെക്സസിന്റെ ഭാഗമാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് യോജിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മൾ യോജിപ്പിക്കും. അല്ലെങ്കിൽ പുതിയൊരു ടീം വരും. യുവാക്കൾ 21 വയസ്സായ ആർക്കും കൂടെ മത്സരിക്കാമല്ലോ. ആ വ്യക്തിയല്ലല്ലോ. നമ്മൾ ഉയർത്തുന്ന വിഷയങ്ങളും നമ്മൾ ഉയർത്തുന്ന നയപരിപാടികളും നമ്മൾ പറയുന്ന ആദർശവും ആ ആദർശത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അതിൻ്റെ ലീഡർ. അത് ചെറുതാകാം വലുതാകാം. അതാണ് ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ഇടുന്നത്. ആളെ വലിപ്പം കാണിച്ചു കൊടുത്ത് അതിന് വോട്ട് വാങ്ങില്ല. നമ്മൾ ഉയർത്തുന്ന ആശയങ്ങൾ, ആദർശങ്ങൾ, കാഴ്ചപ്പാടുകൾ അതിനോടൊപ്പം നിൽക്കാവുന്ന ജനങ്ങളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഇനിയിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ടല്ലോ. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്തുകളിലും നമ്മളുണ്ടാക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും. യാതൊരു തർക്കമില്ല. അല്ലാതെ എന്തായാലും ഇപ്പോൾ അധികം വൈകില്ല. ഈ പറയുന്ന എല്ലാ സഖാക്കളും എനിക്കിട്ട് ബന്ധമില്ലേ? മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും എനിക്കിട്ട് ബന്ധമില്ലേ? ഈ 140 MLA-മാരായിട്ട് എനിക്ക് പേഴ്സണൽ ബന്ധമില്ലേ? അതുപോലെ ഒരാൾ KT ജലീൽ അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞോട്ടെ, ഉണ്ടെങ്കിലും ഉണ്ടാവും. ഈ നിലപാടിനോടൊപ്പം നിൽക്കുന്ന ഒരാളാണെങ്കിലും ആ ഒരാളെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണ്ടേ? എറണാകുളം വല്ലാർപാടത്തെ ബസ് അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് മറ്റ് വാഹനങ്ങളിൽ ഇടിച്ചു കയറുകയായിരുന്നു. ബ്രേക്ക് നഷ്ടമായെന്ന് ഡ്രൈവർ വിളിച്ചു പറയുന്നതും കേൾക്കും. തിങ്കളാഴ്ചയുണ്ടായ അപകടത്തിൽ 20 പേർക്ക് പരിക്കേറ്റിരുന്നു. കോട്ടയത്ത് വീണ്ടും പ്രസ് ക്ലബ് മതിൽ തകർത്ത് KSRTC ബസ്. സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സാണ് പുറകോട്ടിറങ്ങി മതിൽ തകർത്തത്. റോഡിൽ വാഹനമില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി.
ജി ശ്രീജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്താണ് സംഭവിച്ചത്? അശ്വതി, പതിവായി അപകടമുണ്ടാകുന്നു ഈ പ്രസ് ക്ലബിന്റെ മുന്നിൽ. അതായത് KSRTC സ്റ്റാൻഡിൽ നിന്ന് വാഹനം നിരങ്ങി വന്ന്, അതായത് അവിടെ ബ്രേക്ക് ഇട്ടിരുന്ന വാഹനം ഈ ഇറക്കമാണ്, അതുവഴി ഇറങ്ങി വന്ന് ഈ മതിൽ തകർക്കുന്നു എന്നുള്ളതാണ്. ഇത് പ്രസ് ക്ലബിന്റെയും PWDയുടെയും കൂടി കോമ്പൗണ്ടാണ്. ഞാൻ ദൃശ്യങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഈ തകർത്ത മതില്. തൊട്ടപ്പുറത്താണ് KSRTC സ്റ്റാൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഭാഗത്താണ് ഈ വാഹനങ്ങൾ, ചില ബസ്സുകൾ പാർക്ക് ചെയ്യാറുള്ളത്. അതിനിപ്പുറം റോഡുമുണ്ട്. അതായത് ഈ റോഡ് മറികടന്നാണ് ഈ ബസ് ഇവിടേക്ക് വന്ന് ഈ മതിൽ ഉൾപ്പെടെ ഇടിച്ച് തകർത്തത് എന്നുള്ളതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത്. അതായത് ഈ റോഡിൽ കൂടി എപ്പോഴും വാഹനം പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്, ഒരു ഇറക്കം കൂടിയാണ്. ആ ഇറക്കത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ എന്തായാലും ഈ മതിൽ ഇടിച്ച് തകർത്തിട്ടുണ്ട്. ഇവിടെ നേരത്തെയും ഏതാണ്ട് 2 മാസം മുൻപും സമാനമായ രീതിയിൽ അപകടം ഉണ്ടായിരുന്നതാണ്. അന്ന് ഇവിടെ വാഹനം പാർക്ക് ചെയ്യാൻ അനുവദിക്കരുത് എന്ന് ഇവിടെയുള്ള തൊഴിലാളികളും ഓട്ടോ തൊഴിലാളികളും ഒക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. തൊട്ടിപ്പുറത്തെ ഈ ഗേറ്റ് കാണുന്നത് തൊട്ട് മുൻപുള്ള അപകടത്തിൽ തകർന്ന ഗേറ്റാണ്. അതിപ്പോഴും വെച്ചിട്ടില്ല. ഇത് പ്രസ് ക്ലബിന്റെ ഗേറ്റാണ്. എന്തായാലും ഈ PWDയുടെ കൂടി മതിലാണ് ഈ തകർന്നിരിക്കുന്നത്. എന്തായാലും ഇത് അപകടം സ്ഥിരം ഉണ്ടാകുന്നു. ഒരാശ്വാസമുള്ളത് ഈ 2 അപകടത്തിലും കാര്യമായ ആർക്കും പരിക്കേറ്റിട്ടില്ല. ഇത്രയും തിരക്കേറിയ ഒരു റോഡാണ്. എന്നിരുന്നാൽ തന്നെയും ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏക ആശ്വാസമായിട്ടുള്ളത്. എന്തായാലും ഇതൊരു അപകടം തുടർക്കഥയാകുന്ന ഒരു സ്ഥലമായി ഇത് മാറുകയാണ്. അശ്വതി. ശരി, ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ അപകടം. നോർത്ത് കാരശ്ശേരി മാടാമ്പുറം വളവിൽ ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം നടന്നത്. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. അരീക്കോട് ഭാഗത്തു നിന്നും മുക്കം ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി പിക്കപ്പ് വാനാണ് തലകീഴായി മറിഞ്ഞത്. തിരുവനന്തപുരം കാട്ടാക്കടയിലെ അക്രമ സംഭവങ്ങളിലെ പ്രതികൾ പിടിയിലായി. കാട്ടാക്കടയിൽ വ്യാപാരിയെ മർദ്ദിച്ച കേസിലും സുലൈമാൻ എന്ന ആളെ മർദ്ദിച്ച കേസിലുമാണ് പ്രതികൾ പിടിയിലായത്. വ്യാപാരിയായ ഷിബുവിനെ മർദ്ദിച്ച പണം കവർന്ന ഗിരീശൻ എന്നയാളെ തമിഴ്നാട്ടിൽ നിന്നാണ് കാട്ടാക്കട പോലീസ് പിടികൂടിയത്. കേസിൽ 3 പേർ കൂടി ഇനി പിടിയിലാകാനുണ്ട്. 8 മാസങ്ങൾക്ക് മുമ്പ് കാട്ടാക്കട ഗുരുമന്ദിരത്തിന് സമീപം സുലൈമാൻ എന്നയാളെ തടഞ്ഞു നിർത്തി മർദ്ദിച്ച കേസിൽ ഇൻക്രു എന്ന് വിളിക്കുന്ന അൻവറും കാട്ടാക്കട പോലീസിന്റെ പിടിയിലായി. മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടാന ആക്രമണം. മൂന്നാർ രാജീവ് ഗാന്ധി നഗറിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കുടിവെള്ള പൈപ്പുകളും നശിപ്പിച്ചു. പെരിയവാര പഴയകാട് മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. ജനവാസ മേഖലയിൽ ആനശല്യം ആളുകളെ വലിയ ആശങ്കയിലാക്കുന്നുണ്ട്. நைட்டு 1 மணிலேருந்து விடிய யானை தொல்லை ரொம்ப. ஒரு குட்டி யானையும் ஒரு பெரிய யானையும் வந்து இருக்கிற வாழையெல்லாம் சாப்பிட்டு போயிடுச்சு. தண்ணி பைப்பெல்லாம் உடச்சிட்டு போயிடுச்சு. யானை சல்லியம் ரொம்ப இருக்குது எங்களுக்கு. போயிடுச்சு. இதனால குடித்தண்ணி பைப்பெல்லாம் உடஞ்சி போச்சு. அதுக்கு நீங்கள் வந்து ஏதாவது ஒரு பாதுகாப்புக்கு ஒரு நடவடிக்கை எடுத்து எங்களுக்கு ஒரு நல்ல வழி காட்டணும். കോട്ടയം ജില്ലാ ആശുപത്രിയിൽ കെടുകാര്യസ്ഥത ആരോപിച്ച ആം ആദ്മി പാർട്ടി ആശുപത്രിക്ക് മുന്നിൽ വനിതാ വിഭാഗം പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സബീന എബ്രഹാം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫാത്തിമ തെക്കേത്ത് അധ്യക്ഷനായിരുന്നു. സാലിക്കുട്ടി, റാണി, സുജാത തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടയം നഗരത്തിലൂടെ പ്രകടനമായി വന്നാണ് ആശുപത്രിക്ക് മുന്നിൽ ധർണയിരുന്നത്. ആറന്മുള വഴിപാട് വള്ളസദ്യകൾ ഇന്ന് സമാപിക്കും. 460 വള്ളസദ്യകൾ ബുക്ക് ചെയ്തെങ്കിലും 443 വള്ളസദ്യകളാണ് ഇത്തവണ നടന്നത്. 17 വള്ളസദ്യകൾ സാങ്കേതിക കാരണങ്ങളാൽ മുടങ്ങിയെങ്കിലും അടുത്ത വർഷം നടത്താനാണ് തീരുമാനം. അഷ്ടമിരോഹിണി വള്ളസദ്യയ്ക്ക് മാത്രം 65,000-ഓളം പേരാണ് പങ്കെടുത്തത്. ഈ വർഷം മുതൽ ഓൺലൈനായി വള്ളസദ്യ ബുക്ക് ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി പള്ളിയോട സേവാസംഘം ഭാരവാഹികൾ പറഞ്ഞു. സമാപന ചടങ്ങിൽ മന്ത്രി വീണ ജോർജ്, പ്രമോദ് നാരായണൻ MLA, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവർ പങ്കെടുക്കും. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയാണ്. ഏജൻസി അഭിമുഖത്തിന്റെ കൂടെ ഇതും കൂടി കൂട്ടിച്ചേർത്തു, ഇതും കൂടി തിരികെ കയറ്റി എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അത് അബദ്ധമല്ലല്ലോ, അത് സ്ലിപ്പ് ഓഫ് ടങ്ക് അല്ല, അബദ്ധമല്ല, ഒന്നുമല്ല ചെയ്തത്.
ಅಧಿಕಾರಿ ಮೇಲೆ ನನ್ನ ಸೈಟನ್ನು ವಾಪಸ್ പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഹിന്ദുവിലെ അഭിമുഖവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ പരാമർശമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. കാണികൾക്ക് കാഴ്ചയുടെ പുതുവസന്തം ഒരുക്കി ശാന്തിഗിരി ഫെസ്റ്റിനായി ഇന്ന് തുടക്കം. ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റിന്റെ 3ാം പതിപ്പിന്റെ വിളംബരം ഭക്ഷ്യമന്ത്രി GR അനിൽ നിർവഹിക്കും. 9ാം തീയതി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. 3ാം പതിപ്പിൽ ഒട്ടേറെ പുതുമകളുമായാണ് ശാന്തിഗിരി ഫെസ്റ്റ് തുടങ്ങുന്നത്. ശാന്തിഗിരി ആശ്രമത്തിന്റെ റിസർച്ച് സോണിൽ അതിവിശാലമായ ജലസംഭരണിക്ക് ചുറ്റുമാണ് ഇത്തവണത്തെ കാർണിവൽ. പ്രകാശവിന്യാസം കൊണ്ടുള്ള വർണ്ണക്കാഴ്ചകളും പ്രകൃതിയോടിണങ്ങി നിൽക്കുന്ന ഹാപ്പിനെസ് പാർക്കും താഴ്വാരത്തെ വാട്ടർ ഫൗണ്ടനുമെല്ലാം ഫെസ്റ്റ് നഗരിയുടെ മുഖ്യ ആകർഷണമാകും. ആശ്രമത്തിന്റെ പുതുനിറങ്ങളിൽ തീർത്ത പ്രവേശന കവാടത്തോട് ചേർന്ന് നക്ഷത്രവനവും ഗോശാലയും ഒരുക്കിയിട്ടുണ്ട്. 10,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ പുതുമകൾ നിറഞ്ഞ അമ്യൂസ്മെന്റ് പാർക്ക് വിനോദങ്ങൾക്കുള്ള വേദിയാകും. ശാന്തിഗിരി പ്രദാനം ചെയ്യുന്നത് പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തിന്റെ മാനവികതയും ബഹുസ്വരതയുമാണ്. അതിനെ മുൻനിർത്തി എല്ലാ ആളുകൾക്കും ഒരുപോലെ വന്നിരിക്കാൻ, ജാതിമത വർണ്ണവർഗ വ്യത്യാസങ്ങളില്ലാതെ ഒരുപോലെ എത്തിച്ചേരുവാനുള്ളൊരിടം, അതാണ് ഈ ഫെസ്റ്റ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയൊരു ആശയം. പ്രദർശന വ്യാപാര മേളകൾക്ക് പുറമെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലെ പുരോഗതി വിളിച്ചോതുന്ന റോബോട്ടിക് ആനിമൽ ഷോയും ഇത്തവണത്തെ പ്രത്യേകതയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഗാന്ധി ജയന്തിയുടെ ഭാഗമായി ഡൂഡിൽ ഡേ സംഘടിപ്പിച്ച തേവര സേക്രഡ് ഹാർട്ട് കോളേജ് മന്ത്രി സജി ചെറിയാനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ. ഗാന്ധി ജയന്തിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഡൂഡിൽ ഡേയ്സ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ചിത്രം വരച്ചായിരുന്നു മന്ത്രിയുടെ ഉദ്ഘാടനം. ഗാന്ധിസം എന്ന ടൈറ്റിലിൽ വിദ്യാർത്ഥികളുടെ വരയിൽ അനവധി ഗാന്ധി ചിത്രങ്ങൾ. കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി ബാലമുരളീകൃഷ്ണനും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. ന്യൂസ് 18 കൊച്ചി. കായലോര വിശ്രമ കേന്ദ്രം ശുചീകരിച്ച കായംകുളം റിലയൻസ് സ്മാർട്ട് ജീവനക്കാർ ഗാന്ധി ജയന്തിയുടെ ഭാഗമായി റിലയൻസ് ഫൗണ്ടേഷൻ സ്വച്ഛതാ ഹി സേവ 2024 ഭാഗമായാണ് ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത്. ശേഖരിച്ച പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും വേർതിരിച്ചു. 15ഓളം ജീവനക്കാർ പ്രവർത്തനത്തിൽ പങ്കാളികളായി. വീട്ടിൽ ചെയ്യാത്തോണ്ടാണ് ഞാൻ വീട്ടിൽ ചെന്ന് ചലിക്കും. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ജോർദാനിലെ പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം. ലക്ഷ്യമായിരിക്കോ അതോ ഇത് ഈ വാർത്തകൾ പുറത്തു വന്ന് വിവാദം കഴിഞ്ഞു ഒരു ദിവസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നത്. അതിന്റെ അന്ന് രാത്രി ഈ ചാനൽ ചർച്ചകൾ വന്ന ഇടതുപക്ഷത്തിന്റെ ആളുകളൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞതിന് ന്യായീകരിക്കുകയായിരുന്നു. അപ്പൊ ഈ മുഖ്യമന്ത്രിയും ഈ പാർട്ടിയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തത്, അതോ PR ഏജൻസിയാണോ? അല്ല, അതെ PR ഏജൻസി ഇനി മുഖ്യമന്ത്രിന്റെ ഓഫീസും മുഖ്യമന്ത്രി ഒന്നും അറിഞ്ഞിട്ടല്ല PR ഏജൻസി ആണെന്ന് വെക്കുക വാദത്തിന് വേണ്ടി. ആണെങ്കിൽ തന്നെ ഇതിന് ഗൗരവം കൂടുന്നത് എന്താണെന്നറിയോ? ഇവിടെ ഒരു ക്രൈം ഡിസ്ട്രിക്റ്റ് ആണ് എന്ന് വരുത്താൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ വർത്തമാനകാലത്ത് ചർച്ചാ വിഷയമാണ്. കാരണം ഒരു 2.5 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ക്രൈം കണക്കുകളെക്കാൾ ഇപ്പോൾ 10 മടങ്ങ് എന്ന് പറഞ്ഞാൽ പോരാ, 4 ഇരട്ടിയോ 5 ഇരട്ടിയോ ആണ് കേസ്. 40,000 കേസായി വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. പെറ്റി കേസ് മുഴുവൻ എടുത്ത് അതെല്ലാം കൂടി ബൈക്കിൽ പോകുമ്പോൾ ഡബിൾ ലോഡ് ഓവർലോഡ് ഉള്ളത് അങ്ങനത്തെ കേസെല്ലാം കൂടി എടുത്തത് ഒരു ക്രൈം ഡിസ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടിയുള്ള ഒരു നിഗൂഢ ശ്രമം. അവിടെ ഇപ്പോൾ ഈ PR ഏജൻസിയും കൂടി കടന്നിട്ട് ഇവിടെ ഇങ്ങനത്തിലുള്ള ഒരു വളരെ മോശമായ വാർത്ത, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് എന്നുള്ള വാർത്തയും കൂടി PR ഏജൻസി കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ആര് ചെയ്തു എന്നുള്ളത് അവരന്വേഷിച്ച് കണ്ടുപിടിച്ച് പറയട്ടെ. നമ്മൾ ഊഹിച്ച് പറയുന്നത് നിരുത്തരവാദപരമായ സമീപനായിരിക്കും. പക്ഷേ ചെയ്തത്
മഹാപാതകം. ഈ മുഖ്യമന്ത്രി ആ മഹാപാതകം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേരിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഗൗരവം വളരെ വർദ്ധിപ്പിക്കുന്നു. ഇത് ദേശീയ തലത്തിൽ അവർ ചർച്ചയാക്കും. നടക്കാൻ പോകുന്ന ഇലക്ഷനുകളിലൊക്കെ അത് അവർ ചർച്ചയാക്കും. അത് വളരെ മോശം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് BJP നേതൃത്വം ചർച്ച ചെയ്തിട്ടാണ് ഇങ്ങനൊരു സംഭവം നടത്തിയതെന്നാണ് അൻവർ ആരോപിക്കുന്നത്. അങ്ങനെ BJP നേതൃത്വവും മുഖ്യമന്ത്രിയുടെ ഓഫീസും തമ്മിൽ ഒരു അവിശുദ്ധ ബന്ധമുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വസ്തുതാപരമായി പുറത്തു വന്ന കാര്യങ്ങൾ തന്നെ ധാരാളം നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് ജനറലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കുന്നതിനേക്കാൾ പ്രധാനം ഇപ്പോൾ ഈ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്ന് നോക്കുന്നതിലാണ് ഇപ്പോൾ പ്രധാനം. മലപ്പുറം ജില്ല മൈനോറിറ്റിയുടെ ജില്ലയാണ്. ഇവിടെ കൂടുതൽ കേസുകൾ വരുന്നു. ഇവിടുത്തെ ആളുകൾ കൂടുതൽ ക്രിമിനൽ ആളുകൾ എന്ന് പറയുന്നത് റെക്കോർഡ് ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായി ഒരാൾ വിവരാവകാശം കൊടുത്താൽ പോലും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിമിനലുകളുള്ള ജില്ലയായി മലപ്പുറം ചിത്രീകരിക്കപ്പെടാം. അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കില്ലേ? അതെ, ഈ സുജിത് ദാസ് ഇവിടെ SP ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ക്രൈം ഡിസ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടി ബോധപൂർവം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് അന്ന് എല്ലാവരും പറഞ്ഞതാണ്. നിയമസഭയിലും പറഞ്ഞതാണ്. നിയമസഭയിലും ഞാൻ ഈ വിഷയം പറഞ്ഞതാണ്. അപ്പോൾ അത് അന്നത്തെ ആരോപണം തന്നെ അതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ടാർഗറ്റ് സ്റ്റേറ്റ് ആക്കാൻ വേണ്ടി BJP ഒരു വശത്ത് നടത്തുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു കുറച്ച് പോലീസ് ഓഫീസർമാരും അതേസമയം നടത്തുന്നു എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ. മറുപടി പറയേണ്ടത് പോലെയാണ്. ഇത് കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണോ യാദൃച്ഛികമായിട്ട് സംഭവിച്ചാണോ എന്നുള്ളതിന് മറുപടി പറയേണ്ടത് അവരാണ്. സംഭവിച്ചു എന്നുള്ള വസ്തുതയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 8ഉം 10ഉം ഇരട്ടി കേസുകൾ വരൂലല്ലോ. മലപ്പുറത്തെ ദേശദ്രോഹ പ്രവർത്തനം എന്നുള്ള വാക്കുകളൊക്കെ PR ഏജൻസി അമിതമായി ഉൾപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഗൂഢാലോചന സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരാലോചന ഇല്ലാതെ അങ്ങനെ ഒരു അബദ്ധം പറ്റുമോ? അപ്പോൾ ഏത് തലത്തിലാണ് അതിനെപ്പറ്റി ഒരു ആലോചന ഉണ്ടായതെന്നും അത് എഴുതിയുണ്ടാക്കി PR ഏജൻസി മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ തിരികെ കയറ്റിയത് എന്നുള്ളത് വിശദീകരിക്കേണ്ടത് അവരാണ്. ആലോചന ഉണ്ടായിരിക്കുന്നു. അതിന് തന്നെയല്ലേ നമ്മൾ സാധാരണ ഗൂഢാലോചന എന്ന് പറയുന്നത്. ഗൂഢാലോചന നടത്തിയതാരാന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് അവരാണ്. മുഖ്യമന്ത്രി വിശദീകരിക്കണം എന്നാണോ അതോ PR ഏജൻസിക്കെതിരെ നടപടി വേണമെന്നാണോ? രണ്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞാണല്ലോ, രണ്ടുമുണ്ട്. ഔദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ച് ക്ലാരിഫിക്കേഷൻ വേണം. 1. 2, ഈ PR ഏജൻസി ചെയ്യാൻ പാടില്ലാത്ത ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവർക്കെതിരെ നടപടി വേണം. കാരണം ഇല്ലാത്ത കാര്യമാണ്. ഇന്നലെ V. അബ്ദുറഹ്മാൻ പറഞ്ഞിരുന്നു BJP നേതാക്കൾ പാണക്കാട് എത്തി ലീഗ് നേതൃത്വമായി കൂടിക്കാഴ്ച നടത്തി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ മരിച്ചപ്പോൾ വന്നിരുന്നു. അതെനിക്കറിയാം. അതല്ലാതെ വന്നതായി ഞാനറിയില്ല. അങ്ങനെ വന്നില്ല. ഏതാ? വളരെ ശക്തമായി UDF ഈ വിഷയം ചർച്ച ചെയ്യും. ജില്ലാ സെക്രട്ടറി പറയുന്നത് ജില്ലയിലുടനീളം നല്ല പ്രതിഷേധം ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും, എല്ലാ പഞ്ചായത്തിലും, മുനിസിപ്പാലിറ്റിയിലും. ഇത് മറ്റെന്തെങ്കിലും നമുക്ക് വിഷയം തിരിച്ചുവിടാൻ വേണ്ടി മലപ്പുറത്തെ മാത്രമാക്കി സമരം കാര്യങ്ങൾ അതൊരു സംസ്ഥാന തലത്തിൽ തന്നെ ലീഗ് ഏറ്റെടുക്കും. ഇതിനേക്കാളും വലിയതൊന്നുമില്ല. ഇത് തിരിച്ച് വേറെ എവിടേക്ക് വിട്ടതാണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞിപ്പോൾ അങ്ങോട്ട് തന്നെ പോവാണ്. അതാണ് ഏറ്റവും വലിയ മോശം. ആകെ ഉണ്ടായിരുന്ന പിന്തുണയും അവർക്ക് നഷ്ടപ്പെടുന്ന ഇഷ്യൂ ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ന്യായീകരിക്കാൻ സജീവമായിട്ടുള്ളത് മുഹമ്മദ് റിയാസാണ്. പക്ഷെ അദ്ദേഹം വളരെ രോഷാകുലനായിട്ടാണ് പലപ്പോഴും പ്രതികരിക്കുന്നത്, മാധ്യമങ്ങളോടക്കം. അല്ല അതൊന്നും ഞാനിപ്പോൾ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ മാധ്യമങ്ങൾ എല്ലാ കാലത്തും ഇവിടെ ഉണ്ടല്ലോ. അതല്ലേ, ഞങ്ങളാരും മാധ്യമങ്ങൾ വെറുതെ വിട്ടിട്ടില്ലല്ലോ. നിങ്ങളാരും വെറുതെ വിട്ടിട്ടില്ല. അതൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. PV അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. എന്താണ് ലീഗിന്റെ ഒരു പ്രതികരണം? അല്ല, അത് UDF ചർച്ച ചെയ്യും. ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? ആ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിട്ട് അതിനോടുള്ള സമീപനം, അതിൻ്റെ നയപരിപാടികളും കാര്യങ്ങളും വെച്ച് ആയിരിക്കും ഏത് മുന്നണിയാണെങ്കിലും പാർട്ടിയാണെങ്കിലും ചർച്ച ചെയ്യുക. ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച് പത്രക്കാരോട് സംസാരിക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവിനോട് ഞാൻ സംസാരിച്ചിരുന്നു. മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരോടും ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ UDF തലത്തിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവും അസംബ്ലിയോടനുബന്ധിച്ച്. അപ്പോഴായിരിക്കും അതിനെ സംബന്ധിച്ച് ഒന്നിച്ചൊരു അഭിപ്രായം പറയാം. യോഗത്തിൻ്റെ മുമ്പ്, വണ്ടിയുടെ മുമ്പ്
പിന്നെ ബാക്ക് കൊണ്ടേ കുതിരയൊക്കെ ഉണ്ടാവും. മത്സരിക്കുന്നതാണ് അൻവർ പറയുന്നത്. അല്ല, അതല്ല, അതൊക്കെ ആർക്കും സ്വാതന്ത്ര്യമില്ല. പാർട്ടി ഇല്ലെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. അതുപോലെ തന്നെ പാർട്ടി രൂപീകരിക്കാൻ എല്ലാവർക്കും അഭിപ്രായമുണ്ട്. അതിൻ്റെ നയം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. LDF എതിർക്കാം, UDF എതിർക്കാം. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. അണികൾ പോവാതെ നോക്കൽ അതാത് പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളുടെ അണികൾ പാർട്ടിയിൽ നിന്ന് ചോർന്ന ചരിത്രമില്ല. ഞങ്ങളുടെ പിന്നെ അണികളുടെ ഭദ്രത ഒന്നിനൊന്ന് കൂടിയിട്ടേ ഉള്ളൂ. ഞങ്ങളെ സെറ്റപ്പ് കണ്ടോ. ഇപ്പോൾ ഞങ്ങൾ വയനാട് ദുരന്തത്തിന് വേണ്ടി ഒന്ന് ആഹ്വാനം ചെയ്തപ്പോൾ വന്ന പ്രതികരണം കണ്ടില്ലേ? ഒരു അണികളുള്ള പാർട്ടിക്കല്ലാതെ അങ്ങനെ സാധിക്കുമോ? വയനാട് ദുരന്തത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. അതുകൊണ്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു ആഹ്വാനം കൊടുത്തു. അതിന് വേണ്ട ഫണ്ട് ചെയ്യണം. ഞങ്ങളിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പേ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ സർക്കാരിന്റെ സേവന രംഗത്തൊക്കെ ഈ ഗവൺമെന്റിനേക്കാൾ മുന്നേ ലീഗ് ഉണ്ട്. പക്ഷെ സമരത്തിന് അത്ര സജീവമല്ല എന്നുള്ളൊരു ആരോപണം. അത് നിങ്ങളെ വ്യാഖ്യാനമാണ്. ആളെ പിന്നെ നിങ്ങൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സംഘടനാപരമായിട്ട് പോകുമ്പോൾ നിങ്ങൾ വ്യാഖ്യാനം ഓരോരോ കഥകൾ പോസ്റ്റർ അടിച്ച് നിങ്ങൾ തന്നെ ഇറക്കുക, അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും ഇറക്കിപ്പിക്കുക, എന്നിട്ട് അത് ക്യാൻസൽ ചെയ്തു പറയുക. അങ്ങനെയൊക്കെ നിങ്ങൾ കഥകളുണ്ടാക്കി പ്രചരിപ്പിക്കുന്നത് ആർക്കും ഗുണം ചെയ്യില്ല. ലീഗ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടി. അതാണ് ഞാൻ വയനാട് ദുരന്തത്തിൻ്റെ കാര്യം പറഞ്ഞത്. വയനാട് ദുരന്തം നടന്നിട്ട് 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളും ഞാനവിടെ എത്തി. ഞങ്ങൾ അവിടുത്തെ എല്ലാ ആവശ്യം കഴിഞ്ഞിട്ട് അവിടുന്ന് മടങ്ങിയിട്ടുള്ളൂ. ഞങ്ങളെ പ്രവർത്തകന്മാരും മനസ്സിലായില്ലേ, മടങ്ങിയിട്ടുള്ളൂ. അതിനാണ് പാർട്ടി വടകര കാഫർ പിന്നെ പ്രയോഗവുമായി അവർ വന്നു. ഈ മുന്നണി വന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ദുഷ്പരിണകൾ തോൽപ്പിച്ച് കൈ കൊടുക്കുകയാണ്. അതാണ് പാർട്ടി, അതാണ് പ്രതികരണം. അപ്പോൾ ആ പ്രതികരണത്തിൽ ആ സംഘടനാപരമായ കെട്ടുറപ്പിൽ സിസ്റ്റമാറ്റിക് പോകുന്നതിൽ ഞങ്ങൾ ഒരിക്കലും നിന്നിട്ടില്ല, നിൽക്കില്ല. അൻവർ അദ്ദേഹത്തിൻ്റെ നയം പറയട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങളപ്പം പറഞ്ഞു. PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ അഭിമുഖം അത് അബദ്ധത്തിൽ സംഭവിച്ചതല്ല എന്നാണ് പറഞ്ഞത്. മലപ്പുറത്തെ കുറ്റകൃത്യങ്ങളുടെ നാടാക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും ഗൂഢാലോചനയാണ് നടത്തിയതെങ്കിൽ അത് ആര് എന്ന് അന്വേഷിക്കണമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മറ്റു വാർത്തകളിലേക്ക്. പാലക്കാട് തൃത്താലയിലെ കുരുത്തിച്ചാൽ ചിറയിൽ പതിവ് പോലെ ഇക്കൊല്ലവും കർഷകരുടെ കൂട്ടായ്മയിൽ താൽക്കാലിക ബണ്ട് നിർമ്മാണം തുടങ്ങി. കാലപ്പഴക്കത്താൽ തോട്ടിലെ ചീർപ്പുകൾ നശിച്ചതോടെയാണ് കർഷകർ താൽക്കാലിക ബണ്ട് നിർമ്മിച്ച് കൃഷി നടത്തുന്നത്. ഇതിനു പുറമെ മാലിന്യം തള്ളൽ കൂടിയാകുന്നതോടെ കർഷകർ തീർത്തും ദുരിതത്തിലാണ്. കാർഷിക ഗ്രാമമായ തൃത്താലയിലെ ഹെക്ടർ കണക്കിന് കൃഷിക്ക് സുലഭമായി ജലസേചനം നടത്തിയിരുന്ന കുരുത്തിച്ചാൽ ചിറയുടെ ചീർപ്പുകൾ കാലപ്പഴക്കത്തിൽ നാശമായതോടെ കർഷകർക്ക് സ്ഥിരമായി താൽക്കാലിക ബണ്ടിനെ ആശ്രയിക്കേണ്ട സ്ഥിതിയായി. നാഗലശ്ശേരി, തിരുമിറ്റക്കോട്, പട്ടിത്തറ പാടശേഖരങ്ങളിലെ കർഷകർ രണ്ടാം വിള കൃഷി തുടങ്ങിയാൽ തോട്ടുവെള്ളത്തെയും പുഴവെള്ളത്തെയുമാണ് ആശ്രയിക്കുക. 3 പഞ്ചായത്തുകളുടെ സംഗമസ്ഥലമായ പുളിയപ്പറ്റ കായലിനോട് ചേർന്നുള്ളതും കൃഷിക്ക് ഏറെ സഹായകരമായ ജലസമൃദ്ധിയുള്ള തോടാണ് കുരുത്തിച്ചാൽ ചിറ. ഈ ചിറയിലൂടെ ഒഴുകുന്ന വെള്ളം ഉപയോഗിച്ചാണ് കാലങ്ങളായി പ്രദേശത്തെ കർഷകർ രണ്ടാം വിള കൃഷി ഇറക്കാറുള്ളത്. 40 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ പലക ചീർപ്പുകൾ ഉണ്ടായിരുന്നതായി കർഷകർ പറയുന്നുണ്ട്. ചീർപ്പുകൾ നിലനിന്ന സിമന്റ് പാലങ്ങൾ വലുതാക്കി 4 ചക്ര വാഹനങ്ങൾ കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ടാക്കി. എന്നല്ലാതെ കർഷകർക്ക് സഹായകമാകുന്ന നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത്. കാലപ്പഴക്കത്താൽ നാശമായതിനു ശേഷം പുതിയ ചീർപ്പുകൾ സ്ഥാപിക്കാൻ ജലസേചന വകുപ്പോ കൃഷിവകുപ്പോ ശ്രദ്ധിക്കാറില്ലെന്നും പ്രദേശത്തെ കർഷകർ പറയുന്നു. ഈ ഫണ്ട് ഞങ്ങൾ തന്നെ സ്വയം കെട്ടാറാണ്. ഏകദേശം ഒരു 30,000 രൂപയോളം ഞങ്ങൾക്ക് ചിലവാണ്. ആ 30,000 രൂപ ചിലവിൽ ഞങ്ങൾ അധികാരികളായി പാടശേഖര സെക്രട്ടറിമാർ അധികാരികളായി ബന്ധപ്പെട്ടിട്ടും യാതൊരുവിധ നടപടി അതിലുണ്ടായിട്ടില്ല. പിന്നെ പട്ടിത്തറ പഞ്ചായത്തും നാഗലശ്ശേരി പഞ്ചായത്തും ഉൾപ്പെടെയുള്ള തോടാണ് ഇത് വരുന്നത്. അതിൽ മാലിന്യം അടിഞ്ഞു കൂടിയിട്ട് മരങ്ങളൊക്കെ വീണിട്ട് മാലിന്യം അടിഞ്ഞു കൂടിയിട്ട് വെള്ളം അതിൻ്റെ ഒഴുക്ക് ശരിയായി കിട്ടുന്നുള്ളൂ. പിന്നെ വെള്ളമില്ലാത്ത സ്ഥിതിക്കാണ് ഞങ്ങളിവിടെ വർക്ക് നിർത്തിവെച്ച് ട്രാക്ടറൊക്കെ ഇവിടെ കിട്ടാൻ പോകും. കാരണം ഇന്നലെ വീണ്ടും ചില താങ്ങിയിട്ടാണ് വെള്ളം കയറ്റിയിട്ടാണ് കൊണ്ടുപോകാനുള്ള രണ്ടാം വിളക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്.
നെൽകൃഷിക്ക് ഏറ്റവും അനിവാര്യമായ ജലസേചനവും കർഷകർക്ക് വെള്ളം എത്തിക്കാനുള്ള ശ്രമവും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവാറില്ലെന്നും കൃഷിക്കാർ പറയുന്നു. മഴവെള്ളം ഒഴുകിയെത്തേണ്ട പാടത്തെ തോടുകളിൽ ചാക്ക് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നതിനാൽ തോടുകളിലെ സുഗമമായ ജലമൊഴുക്കിന് തടസ്സം സംഭവിക്കുന്നതായി പരാതിയുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികൾ മഴക്കാലം എത്തുന്നതിന് മുമ്പ് തോടുകളിലെ ജലമൊഴുക്ക് സുഗമമാക്കുന്നതിനായി ചെളി നീക്കി തോട് വൃത്തിയാക്കാറുണ്ടായിരുന്നുവെങ്കിലും ഫണ്ടിന്റെ കുറവ് മൂലം വർഷങ്ങളായി തോട് നവീകരണ പ്രവൃത്തികൾ എവിടെയും പൂർത്തിയാക്കിയിട്ടില്ല. വരും വർഷമെങ്കിലും അവശേഷിക്കുന്ന സിമന്റ് പാലങ്ങൾക്കടിയിൽ ചീർപ്പ് പലകകൾ സ്ഥാപിക്കണമെന്നും അധികൃതരുടെ ഭാഗത്തു നിന്ന് വെള്ളം കെട്ടിനിർത്തി കൃഷിക്ക് ഉപകരിക്കുന്ന രീതിയിൽ നടപടി ഉണ്ടാകണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ വീട് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അർജുന്റെ ബന്ധുക്കളെ സമാധാനിപ്പിക്കുകയാണ് ഗവർണർ. കോഴിക്കോട്ടെ വീട്ടിലെത്തി വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എപ്പോഴാണ് അദ്ദേഹം അവിടെ എത്തിയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏതാണ്ട് 5 മിനിറ്റ് മുമ്പാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അർജുന്റെ വീട്ടിൽ എത്തിയത്. കോഴിക്കോട് 3-4 പരിപാടികൾ ഇന്ന് ഗവർണർക്കുണ്ടായിരുന്നു. ഇതിൽ നേരത്തെ നിശ്ചയിച്ച പരിപാടികളിൽ നിന്നും മാറിയാണ് ഈ താൽക്കാലികമായി വളരെ പെട്ടെന്നൊരു തീരുമാനമെടുത്താണ് അർജുന്റെ വീട്ടിലേക്ക് അദ്ദേഹം വരാൻ തയ്യാറായത്. ഇപ്പോൾ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ മണ്ണിടിച്ചിലിൽ കാണാതായി അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നതിനിടയിലും ഒരു വട്ടം ഗവർണർ ഇവിടെ എത്തുകയും കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇന്ന് കോഴിക്കോട് പരിപാടിക്കായി എത്തിയപ്പോൾ അല്ലെങ്കിൽ പരിപാടികൾക്കായി എത്തിയപ്പോൾ അദ്ദേഹം അർജുന്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു ദുഃഖം സമ്മാനിച്ച സംഭവമാണ്. ആളുകൾ അക്ഷരാർത്ഥത്തിൽ ഒരു വേദനയിൽ ആയ സംഭവമായിരുന്നു അർജുന്റെ മരണം. അതിനുശേഷം സംസ്കാര ചടങ്ങുകളടക്കം വലിയ ജനാവലി ഇവിടേക്ക് ഒഴുകിയെത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഇവിടേക്ക് സന്ദർശനം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഗവർണറും ഈ കുടുംബത്തിൽ നേരിട്ടെത്തി കുടുംബത്തിന് തന്റെ ആശ്വാസവചനങ്ങൾ അറിയിക്കുന്നത്. അദ്ദേഹത്തിന്റെ സന്ദർശനം പൂർത്തിയാക്കി കുടുംബത്തെ ആശ്വസിപ്പിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അർജുന്റെ വീട് സന്ദർശിച്ച ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു എന്നത് നമുക്ക് വ്യക്തതയില്ല. അല്പസമയം മുമ്പാണ് അദ്ദേഹം കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തി അർജുന്റെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചത്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7080 രൂപ, പവൻ 56,640 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5875 രൂപ, പവന് 47,000 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ, കിലോയ്ക്ക് 98,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി ഫാസ്റ്റ് ന്യൂസിൽ അനുശ്രീ ചേരും. നമസ്കാരം.